നമസ്കാരം. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ വേവലാതി കൊള്ളുന്നതും സങ്കടപ്പെടുന്നതും നിലവിളിക്കുന്നതുമൊക്കെ എപ്പോഴാണ്? വിശിഷ്യ അവൾ ഒരു ഭർതൃമതിയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട. തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് അകലുന്നു, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ചാരുന്നു, തന്നെ അവോയ്ഡ് ചെയ്യുന്നു ഇത്യാദി ചിന്തകൾ വരുമ്പോൾ സ്വാഭാവികമായും എത്ര പക്വമതികളായ തരുണീമണികളും ക്രോധത്തിനടിമകളാകും. തനിക്ക് സപത്നിയായി അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് മറ്റൊരാൾ കാമുകിയായോ കാമുകനായോ ഇഷ്ടപ്പെട്ടവളായോ മാറുവാൻ ആരും സമ്മതിക്കുകയില്ല. എന്തിനൊന്നും നോക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത പത്നിമാരുണ്ട്. ഏതായാലും ഇവിടെ ഇന്ന് നമ്മൾ കാണുന്നത് സ്വന്തം ഭർത്താവിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്ന മറ്റൊരുത്തൻ്റെ ഭാര്യയായ മറ്റൊരു സ്ത്രീയെ എങ്ങനെ വശത്താക്കണം എന്ന് സ്വഭർത്താവിനോട് ഉപദേശിക്കുന്ന ഒരു ഭാര്യയാണ്. ഭർത്താവ് ഉഗ്രശാസനങ്ങളാലും ഭീഷണികളാലും ആയുധത്താലും ഒക്കെ നീ എനിക്ക് വശമ്മതയാകണം എന്ന് പറയുമ്പോൾ, മനുഷ്യ, ഇങ്ങനൊന്നുമല്ല ഒരു സ്ത്രീയെ പാട്ടിലാക്കേണ്ടത്. അവളെ കരഗതമാക്കണമെങ്കിൽ, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വിധേയാക്കണമെങ്കിൽ ആദ്യം അവളുടെ മനസ്സ് കവരണമെങ്കിൽ മാനസികമായ സമീപനത്തിന് മാറ്റമുണ്ടാകണം. ആയുധത്താലും ഭീഷണിയാലും ഒരു സ്ത്രീയുടെ മനസ്സ് ആർക്കും കവരാൻ കഴിയുകയില്ല. ഭീഷണിപ്പെടുത്തി എന്തും നേടാമെന്നുള്ളത് മിഥ്യാധാരണയാണ്. വിശിഷ്യ ഒരു സ്ത്രീയുടെ സ്നേഹവും സഹകരണവും ലഭിക്കണമെങ്കിൽ അവൾ അതിന് മനസ്സുകൊണ്ട് തയ്യാറാകണം. ഏതൊരു സ്ത്രീയും പുരുഷന് വശമ്മതയാകണമെങ്കിൽ തൻ്റെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും സ്വഭാവത്തിനും സമ്മതത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് പതി എത്തണം, അല്ലെങ്കിൽ ഭർത്താവ് എത്തണം, ഇല്ലെങ്കിൽ പുരുഷൻ എത്തണം. ഒരു സ്ത്രീ മനസ്സുകൊണ്ട് മറ്റൊരു പുരുഷനെ ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം ഒരിക്കലും അവൾ തനിക്ക് വശമ്മതയാകും, സ്വന്തം ഇച്ഛപ്രകാരം തന്നെ സ്വീകരിക്കും. അതും മറ്റൊരുത്തൻ്റെ ഭാര്യയായ ഒരു സ്ത്രീയിൽ നിന്ന് അങ്ങനെ ചിന്തിക്കുവാനേ കഴിയുകയില്ല. ഇവിടെ ഈ സന്ദർഭം നമ്മൾ കാണുന്നത് അശോകവനിയിലിരിക്കുന്ന സീതാദേവിയുടെ അരികിലേക്ക് നല്ല ഒന്നാം തരം വേഷഭൂഷാദികൾ ധരിച്ച്, ടൺകണക്കിന് സ്വർണമാലകളും വൈരരത്നങ്ങളും മുത്തുകളും ഒക്കെ ധരിച്ച്, പളവളാ മിന്നുന്ന വസ്ത്രമൊക്കെ ധരിച്ച്, കിരീടമൊക്കെ ചൂടി, സുസ്മേരവദനായി സർവാഭരണ വിഭൂഷിതനായി നമ്മുടെ രാവണൻ്റെ ഒരു പുറപ്പാടുണ്ട്. ആര് കണ്ടാലും മോഹിക്കത്തക്ക രീതിയിൽ സൗന്ദര്യത്തിനുടമയാണ് രാവണൻ. വിശിഷ്യ അണിഞ്ഞൊരുങ്ങ കൂടി ചെയ്തതോടുകൂടി അപാരമായ സൗന്ദര്യത്തിൻ്റെ തലത്തിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള രാവണൻ ധരിച്ചു ഇവളെന്നെ കാണുമ്പോൾ തന്നെ മോഹിക്കുമെന്ന്. അതുകൊണ്ട് അല്പം ഒരുക്കം കേമത്തിലായി തൻ്റെ അലമാരിയുള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സ്, ഏറ്റവും നല്ല ആടയാഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ആ സീതയുടെ മുമ്പിലേക്ക് എത്തിയത്. കാണുന്ന മാത്രയിൽ തന്നെ ഇവൾ തന്നെ മോഹിക്കണമെന്ന്. എന്നാൽ തൻ്റെ പതിയെപ്പറ്റി ദുഃഖിച്ചിരിക്കുന്ന സീതയെ ഇവിടെ ശ്രദ്ധിക്കാൻ തന്നെയല്ല, താഴേക്ക് നോക്കി ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ് ചിന്താവിഷ്ടയായ സീത. ഏതായാലും സീതയുടെ അരികിലേക്ക് എത്തുന്ന രാവണൻ മധുരതരമായ വാക്കുകളൊക്കെ ആദ്യം പറയുന്നത്, ശൃണുമുഖി സൗന്ദര്യവതി, മാണിക്യമേ, മരതകമേ, ഇങ്ങനെ കുറേയേറെ അഭിസംബോധനയൊക്കെ ചെയ്തതിന് ശേഷം പറയുന്നു, നീ വനത്തിൽ കഴിയുന്ന ഒരുത്തൻ്റെ ഭഗ്നിയാവാൻ ജനിച്ചവളല്ല, 3 ലോകങ്ങളും ആദരിക്കുന്ന എൻ്റെ ധർമ്മപത്നിയാകാൻ ജനിച്ചവളാണ്. കേവലം നിന്റെ പതിയെന്ന് ധരിക്കുന്ന ഈ രാമൻ ഒരു രാജ്യത്തിൻ്റെ അധിപതിയാണെങ്കിലും ഞാൻ 3 ലോകങ്ങളെയും, ഇന്ദ്രൻ പോലും ഭയപ്പെടുന്ന തലത്തിലുള്ളവരാണ് ഞാൻ. എൻ്റെ ധർമ്മപത്നിയായാൽ ഗുണങ്ങൾ അനവധിയാണ്. കാരണം ദേവന്മാർ നിന്റെ ദാസികളായിട്ടുണ്ട്, അസുര സ്ത്രീകളുണ്ട്, പിന്നെ യക്ഷ സ്ത്രീകളുണ്ട്, ഗന്ധർവ സ്ത്രീകളുണ്ട് എന്ന് വേണ്ട, സമസ്ത ലോകരും യക്ഷഗന്ധർവ കിന്നരാദികൾ മുഴുവൻ നിന്റെ പാദ ശുശ്രൂഷ ചെയ്യാനുണ്ടാകും. നീ എന്താവശ്യപ്പെട്ടാലും ആവശ്യപ്പെടുന്ന മാത്രയിൽ തന്നെ സാധിച്ചു തരാൻ അനേകക്കണക്കിന് ദാസിമാർ നിന്നോടൊപ്പം ഉണ്ടാകും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. അഷ്ടൈശ്വര്യങ്ങളും ഭുജിച്ചുകൊണ്ട് എൻ്റെ ധർമ്മപത്നിയായി കഴിയാം. ഈ കാട്ടിലും മേട്ടിലും ഒക്കെ നടക്കണ്ട. നിന്നെ ഉപേക്ഷിച്ച അവൻ മറ്റൊരു സ്ത്രീയെ ഇതിനോടകം വിവാഹം ചെയ്ത് കാണും. അതുകൊണ്ട് എന്നെ പതിയായി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി സീത പറയുന്നു, ഹേ അധമാ, മറ്റൊരുത്തൻ്റെ പത്നിയെ കടത്തിക്കൊണ്ട് വന്നതും പോരാ, സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി അവളെ നിർബന്ധിക്കുന്നവൻ അധമനാണ്, നരകപ്രാപ്തിയിലേക്ക് എത്തും. പരപുരുഷൻ്റെ ഭാര്യയെ നോക്കുന്നത് പോലും പാപമാണ്. നീ ആ പാപവും ചെയ്ത് അതിന് മീറെ കയറി അവളുടെ കരത്തിൽ പിടിച്ചു പിന്നെയും പാപം ചെയ്ത് അവളെ സ്വന്തം വസതിയിൽ കൊണ്ടുവന്ന് തടവിൽ വെച്ചിരിക്കുക. നീ അഹങ്കാരിയാണ്, നിഷേധിയാണ്, അധർമ്മിയാണ്. നീ ഒന്ന് ഓർത്തുകൊള്ളുക, രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അവതരിച്ചിരിക്കുന്ന നിന്നെ വധിക്കാനാ. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുവാൻ ഞാനും സീതയായി അവതരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം നിന്റെ വധമാണ്. അതുകൊണ്ട് അധികകാലം കഴിയുന്നതിന് മുമ്പ് രാമൻ്റെ തൃക്കരങ്ങളാൽ നീ വധിക്കപ്പെടും മൂഢ എന്ന് പറയുമ്പോൾ
കോപം കൊണ്ട് ജ്വലിക്കുന്നത്. രാവണനല്ല, നമ്മളാരെങ്കിലും ജ്വലിക്കും. കാരണം നമ്മൾ ഏതൊരു സ്ത്രീയാണോ വശമ്മതിയാക്കേണ്ടത്, ഏതൊരു സ്ത്രീയാണോ പാട്ടിലാക്കേണ്ടത് എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നത്, അവൾ തന്നെ പുച്ഛിക്കുന്നു, തന്നെ അധിക്ഷേപിക്കുന്നു, തന്നെ കൊല്ലാനുള്ള മാർഗത്തെപ്പറ്റി കൂടി പറയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ രാവണനല്ല, നമുക്കാണെങ്കിലും ദേഷ്യം വരും. ദേഷ്യം വന്ന രാവണൻ പിന്നെ അമാന്തിച്ചിട്ടില്ല. തൻ്റെ ഉറയിലുള്ള ചന്ദ്രകാസം എടുത്തു വേട്ടാനായിട്ട്. വേട്ടാൻ ഓങ്ങിയ മാത്രയിൽ തന്നെ കടന്നു കയറി പിടിച്ചു. ആര്? നമ്മുടെ മണ്ടോദരിയമ്മ. മണ്ടോദരിയമ്മ രാവണനോട് സ്നേഹത്തോടെ പറഞ്ഞു, അങ്ങേ എത്ര വിവേകമതിയാണ്, ബുദ്ധിശാലിയാണ്, ധർമ്മതൽപരനാണ്. അങ്ങയിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടാകാമോ? അങ്ങേക്കറിയാമോ, ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയോ ആയുധം കാട്ടിയോ ഒന്നും വശംവദയാക്കാൻ നടക്കുകയില്ല. വിശിഷ്യ ഇവൾ മറ്റൊരു തൻ്റെ ധർമ്മപത്നിയാണ്. തൻ്റെ നഷ്ടപ്പെട്ട പതിയെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ ഇവിടെ വന്ന് അന്ന് മുതൽ അങ്ങയുടെ അനുയായികൾ, വിശിഷ്യ ഈ സേവകരായി അങ്ങ് നിർത്തിയിരിക്കുന്ന രാക്ഷസ സ്ത്രീകളുടെ നാവിൽ നിന്ന് പരുഷവചനങ്ങളും ശാപോചനങ്ങളും ഒക്കെ കേട്ട് 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 ആകെ തകർന്ന മനസ്സോടുകൂടി ആഹാരം പോലും കഴിക്കാതെ നോക്കൂ കൃശഗാത്രയായി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അങ്ങയുടെ കാമനകൾക്ക് വിധേയമാകണമെന്ന് പറയുന്നത് ന്യായമാണോ, ബുദ്ധിപരമാണോ? ഒരു സ്ത്രീയെ തൻ്റെ പരിധിയിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ചുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകണം. സ്നേഹമിശ്രണമായ രീതിയിൽ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറണം. അതിനൊരല്പ സമയമെടുക്കും. പെട്ടെന്ന് ഉണ്ടിരണ്ട എന്ന രീതിയിലൊന്നും നടക്കില്ല മനുഷ്യ. അതുകൊണ്ട് ഒരല്പം ശ്രമിക്കണം, സമയം കൊടുക്കണം, സാവകാശം കൊടുക്കണം. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ സാഹസത്തിന് മുതിരരുത്. സ്ത്രീഹത്യ മഹാപാപമാണ്. വിശിഷ്യ മറ്റൊരുത്തൻ്റെ ധർമ്മപത്നിയെ തട്ടിക്കൊന്നു വന്ന് തൻ്റെ തടവറയിൽ വെച്ചുകൊണ്ട് അവളെ വധിക്കാൻ ശ്രമിക്കുന്നത് മഹാപാപമാണ്. സർവജ്ഞനായ അങ്ങയ്ക്കറിയാവുന്നതാണ്, ധർമ്മശാസ്ത്ര തൽപരനായ അങ്ങയ്ക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ മഹാപാപം ചെയ്യുവാൻ പാടില്ല. ഒരല്പസമയം കൂടി കാത്തിരിക്കൂ. അവിടുത്തെ ദാസികളാൽ അവളെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങയുടെ പക്ഷത്തിലേക്ക് എത്തിക്കാം. അതായിരിക്കാം ബുദ്ധി. അല്ലാതെ സ്ത്രീഹത്യ അങ്ങയുടെ സർവഖ്യാതിക്കും തടസ്സമായി മാറും, ദുഷ്കീർത്തി അങ്ങേ എത്തിക്കും എന്ന് പറഞ്ഞ് സ്നേഹമിശ്രണമായ രീതിയിൽ തൻ്റെ പതിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു മണ്ടോദരി. നോക്കൂ, സാധാരണഗതിയിൽ ഒരു പത്നി ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സന്ദർഭമാണ് മണ്ടോദരി കാണുന്നത്. പിന്നെ അവിടെ കൊന്നച്ചാൽ മതി എന്ന് നമ്മളാണ് ധരിച്ചേനെ. അപ്പോഴും ആ സമീപനമല്ല മണ്ടോദരി സ്വീകരിക്കുന്നത്. മറിച്ച് തൻ്റെ പതി ഒരു കാരണവശാലും അധർമ്മം ചെയ്യുവാൻ പാടില്ല. പിന്നെയോ ഒരു പത്നിയുടെ വിരഹവേദന അല്ലെങ്കിൽ പതി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റി മറ്റൊരു പത്നിക്ക് അറിയുകയുള്ളൂ. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുന്നവളായി മണ്ടോദരി മാറുന്നു. പിന്നെയോ തൻ്റെ പതിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകരുത്, അധർമ്മത്തിൻ്റെ തലത്തിലേക്ക് എത്തരുത്, ദുഷ്കീർത്തി എത്തരുത്. അതുകൊണ്ട് സ്നേഹമിശ്രണമായ രീതിയിൽ ശാസനയോ വഴക്കോ ജഗപൊകയോ അല്ല ഉണ്ടാക്കേണ്ടത്. മറിച്ച് സ്നേഹത്തോടു കൂടി തൻ്റെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി രൗദ്രഭാവത്തിന് ശമനമുണ്ടാക്കി സാധാരണ തലത്തിലേക്ക് എത്തിച്ച് സ്വവസതിയിലേക്ക് ആനയിക്കുന്നു ബുദ്ധിമതിയായ മണ്ടോദരി. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഒരു സ്ത്രീ എത്രയേറെ തലങ്ങളിലാണ് വ്യത്യസ്തയാകുന്നത്. മകളായി, സഹോദരിയായി, ഏട്ടത്തിയമ്മയായി, ഭാര്യയായി, അമ്മയായി, അമ്മുമ്മയായി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ ആ തലത്തിനനുസരിച്ചുള്ള പക്വതയിലേക്ക് എത്തപ്പെടണം. ഇവിടെ തികച്ചും മാതൃകാപരമായ രീതിയിലാണ് മണ്ടോദരി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ആചാര്യമത്തുക്കൾ പറഞ്ഞത്, പുലർകാലത്ത് ജപിക്കേണ്ട 5 മഹത് വ്യക്തിത്വങ്ങളായ അമ്മമാരുടെ കൂട്ടത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് മണ്ടോദരി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുലർകാലത്ത് എല്ലാ സ്ത്രീകളും, വിശിഷ്യ കുടുംബിനികളായ സ്ത്രീകൾ നിർബന്ധമായി സ്മരിക്കേണ്ടവരാണ് 5 നാരീ രത്നങ്ങൾ: അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ടോദരി. ഇതിൽ സീതയ്ക്ക് തുല്യമുള്ള സ്ഥാനം തന്നെയാണ് മണ്ടോദരിക്ക് കൊടുത്തത്. ലോകത്തിലെ ആരാധിക്കപ്പെടുന്ന സ്ത്രീരത്നങ്ങളിൽ ഉജ്ജ്വലകരമായ സ്ഥാനമാണ് മണ്ടോദരിക്ക്. അതിനുള്ള ഒരു കാരണം ഇവിടെ സൂചിപ്പിച്ചു. മറ്റനവധിയായ കാരണങ്ങളുണ്ട്. ഇനിയും രാമരാവണ യുദ്ധസമയത്ത് അത്ഭുതകരമായ രീതിയിൽ സ്വഭർത്താവായ രാവണനെ ഉപദേശിക്കുകയും നേരായ മാർഗം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പ്രിയ പത്നിയായി മണ്ടോദരിയെ കാണാം. ഏത് രീതിയിൽ നോക്കിയാലും, മകളെന്ന രീതിയിൽ നോക്കിയാലും, ഭാര്യ എന്ന രീതിയിൽ നോക്കിയാലും, അമ്മയെന്ന രീതിയിൽ നോക്കിയാലും, ഏത് രീതിയിൽ നോക്കിയാലും ഒരു പടി മുന്നിൽ തന്നെയാണ് മണ്ടോദരിയുടെ സ്ഥാനം. അതുകൊണ്ടായിരിക്കാം ഋഷിപ്രവരന്മാർ ആ സ്ത്രീരത്നത്തെ ദിനംതോറും സ്മരിക്കുവാനായി എല്ലാ അമ്മമാരോടും ഉപദേശിച്ചത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന എളിയവൻ്റെ ശതകോടി പ്രണാമം.